സർവപ്രഥമ ബ്രഹ്മാണ്ടവും ബ്രഹ്മാണ്ടത്തിൽ അനേകം സൂര്യന്മാരും അനേകം ഭൂമികളും അനവധി നക്ഷത്രങ്ങളും അനേകം നക്ഷത്രരാശികളും ഉണ്ടായിരുന്നു. അന്നൊന്നും ജീവിയും ജീവിയുടെ നിലവാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മാണ്ടത്തിൽ നിന്നു തന്നെ ഒരു ഭൂമി ഉണ്ടായി, സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി. ഭൂമിയിൽ ജീവൻ അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടായി. ഒരു ജീവിയിൽ നിന്ന് അനേകം ജീവികൾ ഉണ്ടായി. പിന്നീട് കാടുപോലുള്ള മനുഷ്യജീവിയിലും പുരോഗതിയുണ്ടായി, മനുഷ്യമായി മാറി. ആ മനുഷ്യൻ അജ്ഞാനിയായിരുന്നു. അവന് അന്നകിനുള്ള വിശപ്പേ മാത്രമായിരുന്നു. അതിനായി എന്തും ഭക്ഷിച്ചു. പിന്നീടീശ്വരൻ സ്വയം അവതാരമെടുത്തു. തന്റെ അംശങ്ങളെ മനുഷ്യരൂപമായ ഭൂമിയിൽ മനുഷ്യവൃത്തി നടപ്പാക്കാൻ അയച്ചു. ഇവർ സന്യാസിയുടെ രൂപത്തിൽ മനുഷ്യരെ ജീവിക്കാൻ അനുയോജ്യമായ മാർഗം പഠിപ്പിച്ചു. ഇത്ര മാത്രമല്ല, യഥാസമയം അവർ അനേകം രൂപങ്ങൾ ധരിച്ചു അവതാരമെടുത്തു. മനുഷ്യർ പാദഭ്രഷ്ടരായപ്പോൾ ഓരോ തവണയും അവർ സന്യാസികളുടെ രൂപത്തിൽ പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെട്ടു. ഈശ്വരന്റെ അംശങ്ങളിൽ ഒരാൾ ഗൗരംഗ ചൈതന്യ മഹാപ്രഭുവിന്റെ 13ാം തലമുറയിൽ കാർത്തിക അമാവാസ്യ രാത്രിയിൽ മേന്ദനി മണ്ഡല ജില്ലയിൽ ഡാക്കയിൽ ഒരു വൈദിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. അവരെ ലോകം വീരേന്ദ്ര ചക്രവർത്തി എന്നും ശ്രീ ശ്രീ ബാലക ബ്രഹ്മചാരി എന്നും വിളിച്ചു. അദ്ദേഹം തന്റെ അഷ്ടാക്ഷരി ബീജമന്ത്രമായ രാം നാരായണ രാം എന്നതിനെ വ്യക്തമാക്കുകയും ദിവ്യമായ ജ്ഞാനത്തിന്റെ പ്രകാശം ലോകത്തിന്റെ എല്ലാ കോണുകളിലും പ്രചരിപ്പിക്കുകയും ചെയ്തു.